നമ്മളിത് ഒരു സ്ക്വയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ലെങ്ത്തും വിഡ്ത്തും നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇത് ഞാനിതുപോലെ 3 സ്ക്വയറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ 3 സ്ക്വയർ സെയിം പാറ്റേൺ സെയിം വലിപ്പത്തിൽ 3 എണ്ണം ചെയ്തെടുക്കണം. ഞാനിവിടെ 3 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 3 സെറ്റിനെ ഇതിങ്ങനെ വെച്ചിട്ട്, ഇത് ബാക്ക് സൈഡാണ്, ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ മുകൾ ഭാഗത്തേക്കാക്കി വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. എങ്ങനെ ഫോൾഡ് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു കോർണറിന് ഈ ഒരു കോർണറിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ വെക്കാം. ഈ ഒരു ഫ്ലവറിൻ്റെ ഭാഗം അടിഭാഗത്താക്കിയിട്ട് വെക്കാം. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്കാക്കി വെച്ച് കൊടുക്കാം, ഈ സൈഡിലേക്ക്. ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫ്ലവർ അടിഭാഗത്ത് വെച്ചു. ഇത് നമ്മൾ ഈ ഒരു സൈഡിലേക്കാക്കി വെച്ചു. ഇനി അടുത്ത് ചെയ്യുന്നത് അടുത്ത തേർഡ് പോർഷൻ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉണ്ടോ ഈ ഒരു ഭാഗത്തേക്കാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ബാഗിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗവും ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗവും എടുത്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതുപോലെ നമുക്ക് ഈ ബാഗ് അടിഭാഗത്തേക്ക് എടുത്തിട്ട് ഈ ഒരു കോർണറും ഇവിടെയുള്ള ഈ ഒരു കോർണറും കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം ഈ പോർഷന് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം ഈ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നിർത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിലുള്ള സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഈ ആണ് എടുത്തിട്ട് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ആണിനെ ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് ഇങ്ങനെ 2 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരുമിച്ച് പിടിക്കുക. ഈ ഒരു സ്റ്റിച്ചും ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുക. അതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയ ഇങ്ങനെ 2 സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ചോ ചെയിൻ സ്റ്റിച്ചോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസിറ്റ് അതിനോന്ന് നോക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സെയിം യാൺ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കും. നമുക്കിങ്ങനെ ആ ഒരു എൻഡ് എത്തുന്നവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2 പാർട്ടും ജോയിൻ ആവുന്നുണ്ടോ, ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കുക. ആദ്യം ഫസ്റ്റിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ താഴെ ഭാഗത്തേക്ക് ഇതിങ്ങനെ ജോയിനായി വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇങ്ങനെ അവിടെ ലാസ്റ്റ് എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുള്ള ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ജോയിനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്യുക.
ഫോൾഡ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ. ഇനി നമ്മൾ അടുത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ ഇതേപോലെ ഇങ്ങനെ വെക്കുക. ഇവിടുന്ന് ഇവിടേക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോർണറിലും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കോർണർ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അതുപോലെ ഈ ഒരു കോർണർ എടുക്കുക. ഈ ഒരു കോർണറിലേക്ക് നമുക്ക് ഈ ഒരു ചെയിനിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റിൽ ഉള്ള പാർട്ടിലും പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബാഗാണ് ഇട്ടത്. നമുക്ക് ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചും ട്രിപ്പിൾ ക്രോഷ്യേൻ്റെ ഫ്ലവർ ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ക്ലസ്റ്റർ സ്റ്റിച്ച് ഡിക്രീസിങ് സ്റ്റിച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് സ്റ്റിച്ച്. അപ്പോൾ കുറച്ച് സ്റ്റിച്ചസേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗ് നമുക്ക് വലിയ സൈസിലോ ഏത് സൈസിലും ആണെങ്കിലും നമുക്ക് ചെയ്യാം. ചെറിയ ബേബീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ സൈസിലാണെങ്കിൽ ചെറിയ ഗ്രാനി സ്ക്വയർ 3 എണ്ണം ചെയ്തിട്ട് ഈ ഒരു സെയിം പാറ്റേൺ ചെയ്താൽ മതി. അപ്പോൾ വലിയ സൈസ് വേണം കോളേജ് കുട്ടികൾക്ക് ബാഗായിട്ട് കോളേജിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണിത്. ഇതുപോലെ നമുക്ക് ഒരുപാട് കളേഴ്സിൽ നമ്മൾ കയ്യിലുള്ള യാൺസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിലും ഓരോ കളർ യൂസ് ചെയ്താൽ നമുക്ക് അധികം യാണ് വരില്ല. നമ്മൾ കയ്യിൽ ബാലൻസ് ഉള്ള യാൺസൊക്കെ യൂസ് ചെയ്തിട്ടു നമുക്കൊരു ഈ ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ലൊരു ഭംഗിയാവും ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ചെയ്യുമ്പോൾ നോക്കുക രണ്ട് പാർട്ടും ഈ ഒരു ഭാഗവും ജോയിൻ ആയി വരുന്നുണ്ടോ നോക്കുക. അത് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോർണറിലുള്ള സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ചെയ്യാനുണ്ട് കോർണറിലേക്ക്. ഇനി ആ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് കൂടി ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്യാം. യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള യാണാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡും ജോയിൻ ചെയ്യാം. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു കോർണറിന് ഈ ഒരു കോർണറിലേക്കും ഇവിടുന്ന് ഇവിടേക്കും ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു കോർണറാണ്, ഏത് കോർണറായാലും കുഴപ്പമില്ല, ഈ ഒരു കോർണർ എടുക്കുക. അതുപോലെ ഈ ഒരു കോർണർ എടുക്കുക. ചെയിൻ 1 ചെയ്യാം. ഈ ഒരു കോർണറിലേക്ക് ഈ ഒരു ചെയിൻ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ എത്തുന്നവരെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇതുവരെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോർണറും അടുത്ത കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക, അതിനുശേഷം യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം. ഈ ഒരു കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, അതിനുശേഷം ഈ ഒരു കോർണറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടി കൂടി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം അത് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. ഇങ്ങനെ ആ ഒരു എൻ്റെ എത്തുന്ന വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചുറ്റിലും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മളെ ബാഗിൻ്റെ ബോഡി ഭാഗം ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. താഴത്തേക്കാണ് നമ്മൾ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ രണ്ട് ഭാഗത്തേക്കും രണ്ട് സൈഡിലേക്കുമാണ് ഇങ്ങനെ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ, ഇതിൻ്റെ ഒരു കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹാൻഡിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്ര ലെങ്ത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് കളറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഈ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. ഈ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 1 2 3 അങ്ങനെ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. റണ്ണോവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ എത്രയാണോ നമുക്ക് ഹാൻഡിലിൻ്റെ ആ ഒരു ബാഗിൻ്റെ ആ ഒരു കയറിൻ്റെ ഭാഗത്ത് എത്രയാണോ നമുക്ക് സ്ട്രാപ്പിൻ്റെ ഭാഗം ലെങ്ത്ത് വേണ്ടത് ആ ഒരു അത്ര ലെങ്ത്തിൽ നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രാപ്പ്. അപ്പോൾ സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ എന്നോട് കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഒരു 25 അല്ലെങ്കിൽ ഒരു 26 ഇഞ്ച് ആ ഒരു വലുപ്പത്തിലാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിങ്ങനെ മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. അത്രയും ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ 28 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 26, 27, 28 ആ ഒരു റേഞ്ചിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 28 ഇഞ്ചിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഇഞ്ചിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു രീതിക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ 28 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ 28 ഇഞ്ചിലും നമ്മളിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിന് 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ ലൂപ്പിനെ ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റിച്ചിലും അതുപോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. നമുക്ക് ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു റൗണ്ട് മുഴുവനും സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു പോയിട്ടോ, സോറി. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും സ്ലീപ്പ് സ്റ്റിച്ച് കിട്ടി. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് മുഴുവനും എത്രയാണോ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അത്രയും ചെയിൻ സ്റ്റിച്ചിലും നമ്മളിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് സ്ട്രാപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു യാണ് കൊണ്ട് വേണമല്ലോ നമ്മൾ ഈ സ്ട്രാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ യാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് കളിക്കും. അപ്പോൾ ഈ സ്ലീപ്പ് സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിഞ്ഞ് കളിക്കൂല. അല്ലാതെ ഇപ്പോൾ നമ്മൾ 28 ഇഞ്ചിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മൾ ഈ ബാഗിൽ വെയിറ്റൊക്കെ ഇടുമ്പം ആ സ്ട്രാപ്പ് ഇങ്ങനെ വലിഞ്ഞ് അധികം ലെങ്ത്ത് ആവും. അപ്പോൾ അങ്ങനെ അത്രയും ലെങ്ത്ത് ആവാതിരിക്കാൻ നമുക്ക് ഈ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ വലിയൂല കണ്ടോ. അങ്ങനെ വലിയുമ്പോൾ ഈ ഒരു രീതിക്കേ വലിയുള്ളൂ. മറ്റേ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചോ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിച്ചസ് നല്ലോണം വലിഞ്ഞെടുക്കും. അപ്പോൾ നമുക്കത് ആ ഒരു ഭാഗം
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പിന്നെ ഇപ്പോൾ നമുക്ക് 30 ഇഞ്ചാണ് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 25 ഇഞ്ച് ലെങ്ത്ത് എടുത്താൽ മതി. അപ്പോൾ കുറച്ച് എടുത്താൽ മതി. അപ്പോൾ പിന്നെ വലിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റോയിൽ നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫ്രണ്ട് ലൂപ്പും ഒരു ബാക്ക് ലൂപ്പും ആയിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അല്ല സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ 2 ലൂപ്പ് കിട്ടും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. പിന്നെ വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പ് അല്ല, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് ഉണ്ടെങ്കിലും അത്ര സ്റ്റിച്ചിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത്, അപ്പോൾ നമുക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടതെങ്കിൽ ഒരു 1.5 ഇഞ്ച് നമ്മളിങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ സെയിം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വിഡ്ത്ത് ഇൻക്രീസായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ വീഡിയോസ് ലെങ്തി ആവുന്നുണ്ട്. നമ്മൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വീഡിയോ ലെങ്ത് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മളിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇത്രയും എനിക്ക് സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വേണ്ടത് 1 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നതിന് മുമ്പ് ഒരു 1/4 ഇഞ്ചായപ്പോൾ ഞാൻ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തിയിട്ട് പിന്നെ ഞാൻ ചുറ്റിലും നമ്മൾ ഈ ഒരു ബോർഡറാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ട് ബോർഡർ ചെയ്യുക. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അത്ര റൗണ്ടിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചെയ്യേണ്ടത് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, ഈ ഒരു ഭാഗത്തേക്ക് വർക്ക് ടേൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട് ലൂപ്പും ഒരു ബാക്ക് ലൂപ്പ് ആയിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് കാണാൻ പറ്റും. ആ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ എത്തുന്നവരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നിങ്ങൾ എടുക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വിഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയിൻ 1 ചെയ്യുക. ഞാൻ അവിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ വിഡ്ത്ത് ഇപ്പം ഞാൻ 2 റൗണ്ടേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 8 റൗണ്ടോ 6 റൗണ്ടോ എത്ര റൗണ്ട് വേണമെങ്കിലോ ആ മെഷർമെൻറ്റ് കിട്ടുന്നവരെ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാണ്. ഞാനിതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബോർഡർ ഞാൻ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ യാണ് എടുക്കാം. ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ യാണ് എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി തൊട്ടടുത്ത ചെയിനിൽ അതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിങ്ങനെ എല്ലാ ചെയിനിലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ചുറ്റിലും ബോർഡർ കിട്ടും. ചുറ്റിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എത്ര ഈ ചിലവർ സ്ട്രാപ്പ് നല്ല ലെങ്ത്ത് വിഡ്ത്ത് വേണമെന്നുണ്ടാവും. അപ്പോൾ ആ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വലിഞ്ഞ് കളിക്കൂല. അല്ലെങ്കിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രാപ്പ് വലിഞ്ഞ് കളിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടും ഹാഫ് ഡീസ് വെച്ചിട്ടും ഒക്കെ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് നമുക്കിങ്ങനെ വേറെ കളർ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ബോർഡർ ചുറ്റിലും വന്ന് കിട്ടും. അപ്പോൾ അതൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗ് ചെയ്തിട്ടുള്ളത് 2 കളേഴ്സിലായതുകൊണ്ട് നമ്മൾ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 3 കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. പിങ്ക് നമ്മൾ
ആ ഫ്ലവറിൻ്റെ പെറ്റൽസിന് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ സ്ട്രാപ്പിന് പിങ്കൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുക നമ്മൾ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തെടുക്കുക. അപ്പം കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് നമുക്കിങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ സ്ട്രാപ്പിൽ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണേ. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ഈ ഭാഗത്തേക്ക് ടേൺ ആയി വരും. വീണ്ടും നമുക്ക് എത്രയാണോ ഈ ഒരു വിഡ്ത്ത് ഉള്ളത് അത്രയും സ്ഥലത്ത് നമ്മളിങ്ങനെ, ഞാനിപ്പോൾ 2 റോ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചേ ഉള്ളൂ. നിങ്ങൾ 5 റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്റ്റിച്ച് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും ഈ ഒരു കോർണർ എത്തിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും കൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയി വരും. വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഈ ഒരു ബോർഡറിന് കൊടുക്കുന്നത്. നമുക്ക് ഇതുവരെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള ബദ് ചെയ്തിട്ട് ഈ ഒരു ടേണിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സിംഗിൾ ക്രോഷേ സെയിം സ്പേസിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത അതിൽ സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമ്മളെ യാൺ കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ സ്ട്രാപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 28 ഇഞ്ചിലാണ് ഇങ്ങനെ ഈ ഒരു വീതിയിൽ 1 ഇഞ്ച് വീതിയിലാണ് നമ്മൾ സ്ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ട്രാപ്പ് ചെയ്യുക. എപ്പോഴും മെഷർമെൻറ്റ് എടുത്തിട്ട് സ്ട്രാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തതിന് ശേഷം യാണ് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങിയിരിക്കുന്നുണ്ടാവും. ആ യാണൊക്കെ നമുക്കിങ്ങനെ ഫ്രണ്ട് സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും ഒക്കെ ആക്കിയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബാഗിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാഗ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്താണ് ബാഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഫ്രണ്ട് ഭാഗമോ ഇത് ഫ്രണ്ട് പോർഷന് ഇത് ബാക്ക് പോർഷന് ആയിട്ട് ഇന്ന് കാണാൻ പറ്റും. അപ്പം ഇത് ഫ്രണ്ട് നല്ല ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ സ്ട്രാപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നോക്കുക. ഇതാണ് ബാക്ക് ഭാഗം. നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ബാക്ക് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ നല്ല സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ബാക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുക. അതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നൂല് സൂചിയും വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ അടിച്ചു കൊടുത്താലും മെഷീനിൽ നമുക്ക് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം കളർ യാണ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ബോർഡറിന് ഏത് കളറാണോ കൊടുത്തത് ആ ഒരു കളർ യാണ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കറക്റ്റിൽ കിട്ടും. അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കാണും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വെച്ചിട്ട് സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പിന്നെ മുകളിലേക്കും താഴത്തേക്കും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുക. എന്താ വെച്ചാൽ നമ്മൾ വെയിറ്റുള്ള ബുക്കും കാര്യങ്ങളും അതുപോലെ ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്കത് തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ യാൺ വെച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ബാക്ക് സൈഡിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷന്. അപ്പോൾ ഇവിടേക്കും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സെയിം കളർ ആണ് ആയതുകൊണ്ട് ഇങ്ങനെ കാണാതെ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പോൾ ഏതാണോ നിങ്ങൾ ബോർഡർ ഈ ഒരു ഭാഗത്ത് എടുത്ത് കളർ, ആ കളർ തന്നെയാണ് ഈ സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പൊന്തിക്കുന്നതാണ്, നമുക്കതൊന്ന് താഴത്തേക്ക് വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 യാണും വെച്ചിട്ട് ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കാം. ഈ ആണില്ലെങ്കിൽ സൂചി കൊണ്ട് തന്നെ നിങ്ങൾ നോട്ടിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ നോട്ടിട്ടിട്ട് നല്ല സെക്യൂറാക്കി കൊടുക്കാം. ഇനി ബാലൻസ് വരുന്ന യാൺസൊക്കെ കട്ട് ചെയ്യുക. ഒരു ഈ യാണും കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്ട്രാപ്പ് ഇവിടെ സ്റ്റിച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രാപ്പ് വല്ലാതെ ഇങ്ങനെ വലിയൂല. അതേപോലെ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഇനി വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ ബാഗും സ്ട്രാപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം. നമുക്ക് ഈ ഭാഗത്തൊക്കെ യാൺസൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ യാണൊക്കെ നമുക്ക് ഇങ്ങനെ ഹൈഡാക്കി കൊടുക്കണം കേട്ടോ. മുകളിലേക്കും താഴത്തേക്കൊക്കെ എടുത്തിട്ട് ഹൈഡാക്കി കൊടുക്കാം. ആദ്യം മുകൾ ഭാഗത്തേക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ശേഷം താഴെ ഭാഗത്തേക്ക് എടുത്തിട്ട് നമ്മൾ നേരത്തെ കോർണറിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്തിട്ടുള്ള യാൺ കട്ട് ചെയ്തിട്ടുള്ള ആ യാൺസാണ് ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഈ 2 യാണും ഒന്നിച്ച് പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് ബാഗ് ഉണ്ടാവുക. നല്ല സ്പേസ് ഒക്കെ ഉള്ള ബാഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്ക്വയറിൻ്റെ സ്പേസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിവിടെ ഉള്ളിൽ പിന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടേക്കൊരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ചെയ്യാനായിട്ട് ഈ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട്, സ്ട്രാപ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സെയിം കളർ യാണ് തന്നെ എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഓരോ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ വരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഇവിടെ ഈ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തൊക്കെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തും നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചുറ്റിലും നമുക്കിങ്ങനെ ഈ ഒരു ബോർഡർ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, നമുക്ക് നല്ലൊരു നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇതുവരെ ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രാപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക, വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഈ യാണ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്ക് സൈഡിലേക്കും കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു ബോർഡർ നമുക്ക് ഈ ഒരു ഭാഗത്തും ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രാപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു യാണ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
പോലെ നമുക്ക് ഇങ്ങനെ ചുറ്റിലും ഇതുവരെ ചെയ്യാം. നമ്മളെ ബാഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിങ് ലുക്കാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഈ ഒരു ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ബട്ടണൊക്കെ ക്ലിപ്പ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതല്ല പിന്നെ യാണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ട് പോലെ കെട്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.